morning to everybody. Now I am taking the second lesson, I Will Fly by Dr. APJ Abdul Kalam, our former President of India. He says that the youth of India never worried about the future because the ignited mind is more important. It is a speech made by Abdul Kalam. Let us examine what Dr. APJ Abdul Kalam has to tell us about being successful and unique. യുണീക്ക് ആകണമെങ്കിൽ, സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് അബ്ദുൽ കലാം ഈ സ്പീച്ചിലൂടെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠത്തിലും പറയുന്നതും അതുതന്നെയാണ് അല്ലേ. ഒരു യങ് സീകളിൻ്റെ കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസിനെ കുറിച്ചും മദർ ബേർഡ് ആ കോൺഫിഡൻസ് എങ്ങനെയാണ് കുട്ടിക്ക് കൊടുക്കുന്നത്, അതിനെങ്ങനെയാണ് പറക്കാൻ പഠിപ്പിക്കുന്നത് എന്നതാണ്. അബ്ദുൽ കലാം പറയുന്നതും അതുതന്നെയാണ്. നമ്മൾ യുണീക്ക് ആകണമെങ്കിൽ, സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആ കോൺഫിഡൻസിന് എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് അബ്ദുൽ കലാം നടത്തുന്ന ഒരു മനോഹരമായ സ്പീച്ചാണ് ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും എന്ന ഈ സ്പീച്ച്. നമുക്കിനി വായിച്ചു നോക്കാം. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസൈഴ്സ് വിൽ കം ടു മീ. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, ഞാനൊരു നക്ഷത്രമാകാൻ ആഗ്രഹിക്കുമ്പോൾ, മാക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം, ഞാൻ ആരാണെന്ന് ഓർമ്മിക്കാറില്ല. അപ്പം നമ്മളുടെ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാക്കുമ്പോൾ എനിക്കത് കഴിയുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നാണ്. എനിത്തിങ് മൈ ഹാർട്ട് ഡിസൈഴ്സ് വിൽ കം ടു മീ, എൻ്റെ ഹാർട്ട് ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് വന്നു ചേരും. ഞാൻ എന്താഗ്രഹിക്കുന്നോ അതെനിക്ക് വന്നു ചേരും. ഇനി നമുക്ക് സ്പീച്ചിലേക്ക് പോകാം. ഡിയർ ഫ്രണ്ട്സ്, ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റ് have continuously contributed to the world of today in many fields. I would like to assert that no youth today needs to fear about the future. Why? The ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. Dear young friends, I would like to talk to you on the topic I am born with the wings. Once more, I realize how the contributions of the youth in the past have continuously contributed to the world today in many fields. അപ്പോൾ അബ്ദുൽ കലാം പറയുന്നതാണ്. ഐ റിയലൈസ്, അബ്ദുൽ കലാം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിലെ യൂത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സംഭാവന. ഈ ലോകത്തിന് നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടോ ആ സംഭാവനകൾ കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ടുഡേ, ആ സംഭാവനകളിൽ നിന്നാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന സംഭാവനകൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നോ അതിനൊക്കെ ബേസ് നമ്മുടെ പാസ്റ്റിലെ യൂത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ തുടർച്ചയായിട്ടാണ് ഇന്നും നമ്മുടെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത്, എങ്ങനെയാണ് പഴയകാലത്തെ യുവാക്കളുടെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ, ഹൗ കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ്, തുടർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ടു ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ്സ്, പല ഫീൽഡിലും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ, മുമ്പ് സൈക്കിൾ തന്നെ എടുക്കാം അല്ലേ. അന്ന് എയർ ട്യൂബൊന്നും ഇല്ലാത്ത സൈക്കിളാണ്. എന്തായാലും അന്ന് ഇത് കണ്ടുപിടിച്ചത് കൊണ്ടാണല്ലോ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിന്ന് മോഡേൺ സൈക്കിളൊക്കെ കാണുന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങളും ആ കണ്ടുപിടുത്തത്തിൻ്റെ അല്ലേ, അന്നത്തെ കണ്ടുപിടുത്തത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്.
അതുകൊണ്ടാണ് അബ്ദുൽ കലാം പറയുന്നത് ഇന്നത്തെ യുവാക്കൾക്ക് ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം കോൺട്രിബ്യൂഷൻസ് നമ്മുടെ പാസ്റ്റിലെ യുവാക്കൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റിലെ യുവാക്കളുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ്, ഈ ലോകത്തിന് തുടർന്നും ഈ സംഭാവനകൾ ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഫേം ദാറ്റ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഐ വുഡ് ലൈക്ക് ടു അസർട്ട് ദാറ്റ് നോ യൂത്ത് ടുഡേ, ഇന്നത്തെ യുവാക്കൾക്ക് നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. നോ യൂത്ത്, ഒരു യുവാവിനും ഫ്യൂച്ചറിനെ കുറിച്ച് ഉത്കണ്ഠ പ്രകടിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം അത്രത്തോളം കണ്ടുപിടുത്തങ്ങളായി കഴിഞ്ഞു അല്ലേ. 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് അല്ലേ ഇൻവെൻഷൻസിൻ്റെ നൂറ്റാണ്ടാണ്. അപ്പോൾ ഇന്നത്തെ യുവാക്കൾക്ക് അതിൽ നിന്നുകൊണ്ട് പലതും പലതും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുള്ള ബേസ് ആരിൽ നിന്നാണ് കിട്ടിയത്? യൂത്ത് ഇൻ ദ പാസ്റ്റിലെ യുവാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ ആൾക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇന്നും തുടർന്നും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അബ്ദുൽ കലാം പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു അസർട്ട്, അബ്ദുൽ കലാം പറയുകയാണ്, ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ദാറ്റ് നോ യൂത്ത് ടുഡേ, ഇന്ന് ഒരു യുവാവിനും നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. കാരണം എല്ലാ മാർഗങ്ങളും ഇവിടെ ഉണ്ടെന്നാണ്. നമുക്കൊരു കണ്ടുപിടുത്തം നടത്തണം, അതിനുള്ള മീൻസൊക്കെ ഉണ്ട്. അന്ന് അതില്ലാതിരുന്ന കാലത്ത് ആണ് അല്ലേ നമ്മുടെ പാസ്റ്റിലെ യുവാക്കൾ പല കോൺട്രിബ്യൂഷൻസും നമുക്ക് തന്നത്. എന്തുകൊണ്ട് ഇന്നത്തെ യുവാക്കൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്? ദ ഇഗ്നിറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. ഇന്ന് എല്ലാ മാർഗങ്ങളും മീൻസും ഇവിടെ ഉണ്ട്. പക്ഷേ വേണ്ടത് ഏതാണ്? ഇന്നത്തെ യുവാക്കൾക്ക് ഇഗ്നിറ്റഡ് മൈൻഡാണ് വേണ്ടത്. ഇഗ്നിറ്റഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന മനസ്സ്. ആ ജ്വലിക്കുന്ന മനസ്സുണ്ടെങ്കിൽ അസാധ്യമായതെന്തും അവർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. ദ ഇഗ്നിറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്, ഇന്നത്തെ യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സ്, ബേണിംഗ് മൈൻഡ്. Ignited mind means burning mind of the youth is the most powerful resource. എന്ന് പറഞ്ഞാൽ വിഭവം. The most powerful, ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായ ഒരു വിഭവമാണ് ignited mind. മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. ഈ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വിഭവമാണ് ഇഗ്നിറ്റഡ് മൈൻഡ്. ഈ ലോകത്തെന്ന് മാത്രമല്ല, അണ്ടർ ദ എർത്ത്, ഈ ലോകത്തിന് താഴെയും ആൻഡ് എബവ് ദ എർത്ത്, ഈ ലോകത്തിന് മുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇഗ്നിറ്റഡ് മൈൻഡ്. അപ്പോൾ ഓരോ ചെറുപ്പക്കാരനും ആ ഇഗ്നിറ്റഡ് മൈൻഡ് ഉണ്ടായാൽ മതി. ആ ഇഗ്നിറ്റഡ് മൈൻഡിൽ നിന്ന് എന്ത് വേണോ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടാക്ക് ടു യു ഓൺ ദ ടോപ്പിക്. അങ്ങനെ കുട്ടികളുടെ പ്രസൻസിൽ ഈ സ്പീച്ച് അവതരിപ്പിക്കുകയാണ്. ആ സ്പീച്ച് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്, ഞാൻ ജനിച്ചിരിക്കുന്നത് ചിറകുകളോടുകൂടിയാണ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് അബ്ദുൽ കലാം പറയുകയാണ്. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടാക്ക് ടു യു. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഈ വേദിയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. ഏത് ടോപ്പിക്കിനെ കുറിച്ച്? ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്, ചിറകുകളോടുകൂടിയാണ് എൻ്റെ ജനനം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം കാൾഡ് ശാസ്ത്രയാൻ, വിച്ച് മീൻസ് the propagation of science. The mission of Shastrayan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. This action would in turn empower about 2,000 families of the village. My inaugural address to a mixed audience consisting of 5,000 students and their family members was on the topic Science Empowers the Nation. ഇങ്ങനെ ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ
അദ്ദേഹം കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെ സംസാരിച്ച സബ്ജക്റ്റിനെ കുറിച്ചുകൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ലാസ്റ്റ് ഇയർ ഇപ്പോൾ പറയുന്നത് കുട്ടികളുടെ പ്രസൻസിലാണ്, കഴിഞ്ഞ വർഷം നടന്ന സംഭവം കൂടെ കോർത്തിണക്കുകയാണ്. ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ്. കഴിഞ്ഞ വർഷം ഞാനൊരു ഗ്രാമത്തിൽ പോയിരുന്നു. എന്തോന്നിനാണ്? ടു ഇനാഗുറേറ്റ്, ഉദ്ഘാടനം ചെയ്യാൻ. ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം കാൾഡ് ശാസ്ത്രയാൻ. ശാസ്ത്രയാൻ എന്ന ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷം ഞാനൊരു ഗ്രാമത്തിൽ പോയിരുന്നു. ശാസ്ത്രയാൻ്റെ മീനിങ് എന്താണ്? വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. സയൻസിൻ്റെ വ്യാപനം എന്നാണ്. പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, സയൻസിൻ്റെ വ്യാപനത്തെക്കുറിച്ചാണ്, വ്യാപനം എന്നാണ് ശാസ്ത്രയാൻ എന്ന ഈ സംരംഭത്തിൻ്റെ അർത്ഥം. അങ്ങനൊരു സംരംഭം ഇനാഗുറേറ്റ് ചെയ്യുന്നതിനാണ് കഴിഞ്ഞ വർഷം ഞാൻ ഒരു വില്ലേജിൽ പോയത്. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുർ. ശാസ്ത്രയാൻ്റെ ദൗത്യം എന്താണ്? ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ, ശാസ്ത്രയാൻ്റെ ദൗത്യം, മിഷൻ, ദൗത്യം എന്താണ്? വാസ് ടു എൻഷുർ, മേക്ക് ഷുവർ, ഉറപ്പുവരുത്തുക. വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 students from different schools. The preparation of about 2000 students from different school. പല സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തലാണ് ശാസ്ത്രയാൻ്റെ ലക്ഷ്യം. അപ്പം പല കഴിവുകളുള്ള കുട്ടികളുണ്ട്. അങ്ങനെ പല സ്കൂളുകളിൽ നിന്ന് ഏകദേശം 2000 കുട്ടികളെ സെലക്ട് ചെയ്യണം. ഈ 2000 കുട്ടികളെ സെലക്ട് ചെയ്ത് അവരുടെ കഴിവ് ഏതിലൊക്കെയാണോ അത് കണ്ടെത്തി അതിലേക്ക് അവരെ പ്രാപ്തമാക്കി വിടുന്നതാണ് അല്ലേ ഈ മിഷൻ്റെ ദൗത്യം. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുർ, എൻഷുർ എന്നാൽ ഉറപ്പുവരുത്തുക. ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ്, 2000 കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഫ്രം ഡിഫറൻറ്റ് സ്കൂൾ. ഈ 2000 കുട്ടികളെന്ന് പറയുന്നത് പല സ്കൂളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികളാണ്. ഡിഫറൻറ്റ് സ്കൂൾസ് ടുവേഴ്സ് മേക്കിംഗ് ദം എലിജിബിൾ, അവരെ എലിജിബിൾ ആക്കുക, ക്യാപ്പബിൾ ആക്കുക, അല്ല ബെറ്റർ ആക്കുക. ആരാകുന്നത്? ടു ബി എൻജിനീയേഴ്സ്. അപ്പോൾ ചിലരൊക്കെ എൻജിനീയറിങ്ങിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ എൻജിനീയേഴ്സാക്കി മാറ്റുക, സയൻറ്റിസ്റ്റാക്കി മാറ്റുക, ഡോക്ടേഴ്സാക്കി മാറ്റുക, ക്വാളിഫൈഡ് മാനേജേഴ്സാക്കുക, അതിൻ്റെ സിവിൽ സർവൻസ് ആക്കി മാറ്റുക. അങ്ങനെ 2000 കുട്ടികളുടെ ഫാമിലി അങ്ങനെ രക്ഷപ്പെടുകയാണ്. ശാസ്ത്രയാൻ്റെ മിഷൻ അതാണ്, ശാസ്ത്രയാൻ്റെ ലക്ഷ്യം അതാണ്. ഈ കുട്ടികളെ സെലക്ട് ചെയ്യുക, അത് അവർക്ക് കൃത്യമായ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക, അവരെ ഏത് രംഗങ്ങളിലാണ് അവർ എലിജിബിൾ ആ രീതിയിൽ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുക. അങ്ങനെ എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ഡോക്ടേഴ്സും ക്വാളിഫൈഡ് മാനേജേഴ്സും സിവിൽ സർവൻസും ആക്കി മാറ്റുന്നതിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കലാണ് ശാസ്ത്രയാൻ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ദൗത്യം. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ. ഈ ആക്ഷൻ കൊണ്ട്, ശാസ്ത്രയാൻ്റെ ഈ മിഷൻ കൊണ്ട്, ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ, make them power, empower about 2000 families of the village. അപ്പോൾ ഈ 2000-ഓളം കുട്ടികളെ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2000 ഫാമിലീസ്, ഗ്രാമീണ തലത്തിൽ 2000 ഫാമിലീസ് പവർഫുള്ളായി മാറുകയാണ്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ എബൌട്ട് 2000 ഫാമിലീസ്, 2000 ഫാമിലീസിനെ ശക്തിപ്പെടുത്തുക. അപ്പോൾ ഗ്രാമത്തിലുള്ള 2000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്, ഗ്രാമത്തിലുള്ള 2000 കുടുംബങ്ങളെ അതിൽ കൂടെ ശക്തിപ്പെടുത്തുകയാണ് അത് ശാസ്ത്രയാൻ്റെ ലക്ഷ്യം. മൈ ഇനാഗുറൽ അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ്. അവിടെ കഴിഞ്ഞ വർഷം ഞാൻ ഇനാഗുറേറ്റ് ചെയ്യാൻ പോയത് ഒരു മിക്സഡ് ഓഡിയൻസ്. ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുന്നത് സ്റ്റുഡൻസ് ആണ് കൂടുതലെങ്കിൽ അതൊരു മിക്സഡ് ഓഡിയൻസ് ആണ്. മൈ ഇനാഗുറൽ അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ്, അതൊരു മിക്സഡ് ഓഡിയൻസ് ആണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, രക്ഷകർത്താക്കൾ, ഇങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട്. മിക്സഡ് ഓഡിയൻസ് ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ്, 5000 സ്റ്റുഡൻസ് അന്ന് പങ്കെടുത്തിരുന്നു. കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ്, 5000 സ്റ്റുഡൻസ് ഉൾപ്പെടെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ അന്ന് ഓഡിയൻസ് ആയിട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ്
ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് വാസ് ഓൺ ദ ടോപ്പിക്. അന്ന് ഏത് ടോപ്പിക്കാണ് ഞാൻ അവിടെ സംസാരിച്ചത്? സയൻസ് എംപവേഴ്സ് നേഷൻ. ശാസ്ത്രം രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഈ മിക്സഡ് ഓഡിയൻസിൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. ശാസ്ത്രയാൻ ഉദ്ഘാടനം ചെയ്യാനെത്തുമ്പോൾ ആ ഇനാഗുറൽ അഡ്രസ്സിൽ സയൻസ് എംപവേഴ്സ് ദ നേഷൻ, ശാസ്ത്രം രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തും എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാനവിടെ സംസാരിച്ചത്. തേർഡ് പാരഗ്രാഫ്. ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വെയർ റൈസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഞാൻ സയൻസ് എംപവേഴ്സ് ദ നേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് തീർന്നിട്ട് ഓഡിയൻസിനോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ആഫ്റ്റർ മൈ അഡ്രസ്, ഞാനിങ്ങനെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞതിന് ശേഷം ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വെയർ റൈസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, നൂറുകണക്കിന് കരങ്ങൾ ഉയർന്നു സംശയം ചോദിക്കുന്നതിന്. ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വെയർ റൈസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നതിന്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് നൂറുകണക്കിന് കരങ്ങൾ ഉയർന്നു. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, സമയപരിധിയുള്ളതുകൊണ്ട്, മറ്റ് പ്രോഗ്രാമുകൾക്ക് പോകാൻ എനിക്കുള്ളതുകൊണ്ട് എല്ലാവരുടെ ക്വസ്റ്റ്യനും എനിക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 12 കുട്ടികളെ സെലക്ട് ചെയ്തു. അത് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് അറ്റം വരെ, ഫ്രണ്ട് മാത്രമല്ല ഫുള്ളായിട്ട് അതാത് സ്ഥലങ്ങളിലായിട്ട്, ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ബാക്കിൽ നിന്ന് അങ്ങനെ 12 കുട്ടികളെ സെലക്ട് ചെയ്തു. അത്രയും കുട്ടികൾക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി, ലഭ്യത, അവൈലബിലിറ്റി, ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, ടൈം ലഭ്യത കുറവായതുകൊണ്ട്, ലിമിറ്റ് ആയതുകൊണ്ട്, ഐ സെലക്റ്റഡ്, ഞാൻ സെലക്ട് ചെയ്തു, അബ്ദുൽ കലാം സെലക്ട് ചെയ്തു. ഐ സെലക്റ്റഡ് സ്റ്റുഡൻസ് അറ്റ് റാൻഡം, സ്റ്റുഡൻസ് അല്ല കുട്ടികളെ സെലക്ട് ചെയ്തു. അതും എത്ര? 12 സ്റ്റുഡൻസ്, 12 കുട്ടികളെ സെലക്ട് ചെയ്തു. അറ്റ് റാൻഡം മീൻസ് എയിംലെസ്, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആൾക്കാരുടെ ക്വസ്റ്റ്യൻ കേൾക്കണം എന്നല്ല. റാൻഡം, റാൻഡം എന്ന് പറഞ്ഞാൽ എയിംലെസ് അല്ലേ, അതിനൊരു പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. അവിടെയായിട്ട് ഞാൻ 12 കുട്ടികളെ സെലക്ട് ചെയ്തു. ഫ്രം ദ ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റോയിലിരിക്കുന്നവരെ തഴഞ്ഞുമില്ല, ഫസ്റ്റ് റോയിലിരിക്കുന്നവർക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തതുമില്ല. അവിടെയായിട്ട് 12 കുട്ടികൾക്ക് പെർമിഷൻ കൊടുത്തു. ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻറ്റ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അതൊരു യങ് സ്റ്റുഡൻറ്റ് ചോദിച്ചതാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു, നിങ്ങളുടെ മുമ്പിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ. ഗ്രേറ്റ് കൺസേൺ മീൻസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ. കാരണം ആ ക്വസ്റ്റ്യൻ ഇതുപോലെ എത്രയോ ആൾക്കാർ ചോദിക്കാൻ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അത്. അതുകൊണ്ടാണ് അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അത് വളരെ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഗ്രേറ്റ് കൺസേൺ, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അടുത്ത പാരഗ്രാഫ്. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹൂ ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹൂ ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. ഹി വാസ് നെർവസ് ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ദ ബോയ് began speaking. Sir, I don't know what I should ask. I am nervous. I have not asked any question in my class. I need to have confidence, but I have not gained any confidence through my education during all these years. I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. Please tell me,
I want to become a marine engineer. I want to travel in a ship. I want to be the captain of the ship. I want to build the engine of the ship. Shall I be able to do all this, sir? How can I achieve this mission? What should I do? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say. The sincere question of the young village boy. Once more, the question was from a teenager. അപ്പോൾ ആ ക്വസ്റ്റ്യൻ, ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഒരു ടീനേജറിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. ടീനേജ് എന്ന് പറയുമ്പോൾ 12, 13, 14 വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് ടീനേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹൂ ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. അത് ആ വില്ലേജിലുള്ള പയ്യനും അല്ല, മറ്റേതോ ഗ്രാമത്തിൽ നിന്ന് അബ്ദുൽ കലാമിൻ്റെ ഈ സ്പീച്ച് കേൾക്കാൻ വേണ്ടി എത്തിയ ഒരു കുട്ടിയാണ്. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹൂ ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. വിദൂര ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി. ഹി വാസ് നെർവസ് ആൻഡ് ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. അവൻ നെർവസ്നെസ് ഉള്ള കുട്ടിയാണ്. ഇങ്ങനെ ആരോടും കൂടുതൽ സംസാരിക്കുന്ന കുട്ടികളുടെ നെർവസ്നെസ്. ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ പലപ്പോഴും അത് പ്രകടിപ്പിക്കാൻ പോകുമ്പോൾ സംശയങ്ങൾ തോന്നുന്ന ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ഹി വാസ് നെർവസ് ആൻഡ് ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ഇവൻ ആർക്ക് റെപ്രസെൻറ്റേറ്റീവ് ആണ്? ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇതുപോലുള്ള യൂത്ത് ധാരാളമുണ്ട്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഈ കുട്ടി എത്തിയത്. അപ്പോൾ ഇതുപോലെ നെർവസ്നെസ് ഉള്ള കുട്ടികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഈ കുട്ടി ആ പ്രസംഗം കേൾക്കാൻ എത്തിയത്. ദ ബോയ് ബിഗാൻ. ആ കുട്ടി ഇങ്ങനെയാണ് ആരംഭിച്ചത്, സംസാരിച്ചത്. ദ ബോയ് ബിഗാൻ. ഞാൻ സംസാരിച്ച് തീർന്നപ്പോൾ സംശയങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. സർ, ആ കുട്ടി സംസാരിച്ചത് എങ്ങനെയാണ്? I don't know what I should ask. I am nervous. I have not asked my question in I have not asked any question in my class. Sir, I don't know what I should ask. ഞാൻ എന്ത് ചോദിക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ നെർവസാണ്, പലപ്പോഴും നെർവസാണ്. എൻ്റെ ക്ലാസ്സിൽ പോലും ഞാൻ ടീച്ചേഴ്സിനോടൊരു സംശയം ചോദിച്ചിട്ടുമില്ല. അതിന് നെർവസ്നെസ് കാരണമാണ് ചോദിക്കാത്തത്. ചോദിക്കണമെന്ന് താല്പര്യമുണ്ട്, നെർവസ്നെസ് കാരണം ചോദിക്കാറില്ല. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. ഞാൻ എന്ത് ചോദിക്കണം എന്ന് എനിക്കറിയില്ല. ഐ ആം നെർവസ്. ഇപ്പോൾ അങ്ങയുടെ മുമ്പിലും ഞാൻ നെർവസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിലും ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് ഒരു ക്വസ്റ്റ്യനും ഇന്ന് വരെ ചോദിച്ചിട്ടുമില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. കാരണം എനിക്ക് കോൺഫിഡൻസ് വേണം. അവിടെ ഒന്നും കോൺഫിഡൻസ് കിട്ടിയില്ല. ഈ ഇത്രയും കാലത്തെ പഠനം കൊണ്ട് യാതൊരു രീതിയിലുള്ള കോൺഫിഡൻസും എനിക്ക് ലഭിച്ചില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് വേണം. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. അപ്പോൾ ഇത്രയും വർഷം ഞാൻ പഠിച്ചിട്ടും അതിലൂടെ എനിക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. ഐ ഹാവ് നോട്ട് ഗെയിൻഡ് കോൺഫിഡൻസ്. ഗെയിൻ നേടുക. ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ. എൻ്റെ എഡ്യൂക്കേഷനിലൂടെ യാതൊരു കോൺഫിഡൻസും എനിക്ക് ലഭിച്ചിട്ടില്ല ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. ഐ ആം അഫ്രൈഡ് ടു ടാക്ക് ടു മൈ ടീച്ചേഴ്സ്. എൻ്റെ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സംശയവും ഭയവും തോന്നും. ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ടീച്ചർ കരുതുക, മറ്റുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അങ്ങനെ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിൽ തോന്നും. അപ്പോൾ ചോദിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. ഐ ആം അഫ്രൈഡ് ടു ടാക്ക് ടു മൈ ടീച്ചേഴ്സ്. എൻ്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. ആ കുട്ടി അബ്ദുൽ കലാമിനോട് ഇങ്ങനെയാണ് പറയുന്നത്. ഐ ആം അഫ്രൈഡ് ടു ടാക്ക് ടു മൈ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടും സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. വെന്നെവർ ഐ ടാക്ക്. എപ്പോഴെങ്കിലും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ്. ഞാൻ മറ്റുള്ള കുട്ടികളുമായി എന്നെ കമ്പയർ ചെയ്യും. ആ കുട്ടികളെല്ലാം ടോപ്പ് ലെവലിലുള്ള കുട്ടികളാണ്. അപ്പോൾ എന്നെപ്പോലുള്ള കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന ചിന്തയാണ് ഈ കോൺഫിഡൻസ് കിട്ടാത്തതിന് കാരണം. ഐ കമ്പയർ മൈസെൽഫ്. ഞാൻ സ്വയം താരതമ്യപ്പെടുത്താറുണ്ട്. ആരുമായിട്ട്? വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ എലഗൻറ്റ് ഡ്രസ്സ്. മറ്റുള്ള കുട്ടികളെയും അവർ ധരിച്ചിരിക്കുന്ന വണ്ടർഫുൾ ഡ്രസ്സ്, എലഗൻറ്റ് ഡ്രസ്സ്, ലക്ഷൂറിയസ് ഡ്രസ്സ്, വിലപിടിപ്പുള്ള ഡ്രസ്സ്. എൻ്റെ അവസ്ഥ അങ്ങനെ അല്ല. അതാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. പ്ലീസ് ടെൽ മീ
അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കോൺഫിഡൻസ് ഇല്ലാത്തതിന് കാരണം ഇതാണ്, ഒരു ഭയമാണ്. അതുകൊണ്ട് ദയവായി പറഞ്ഞു തരണം, എനിക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, പ്ലീസ് ടെൽ മീ, ദയവായി എനിക്ക് പറഞ്ഞു തരിക. അബ്ദുൽ കലാമിനോട് ആ കുട്ടി ചോദിക്കുകയാണ്. ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഒരു മറൈൻ എഞ്ചിനീയർ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. ഒരു കപ്പലിൽ യാത്ര ചെയ്യണമെന്നും മറൈൻ എഞ്ചിനീയർ ആകണമെന്നും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അല്ലെങ്കിൽ ഷിപ്പിലെ ക്യാപ്റ്റനായി തീരുക, ഇതാണ് എൻ്റെ ആഗ്രഹം. ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. ഒന്നുമല്ലെങ്കിൽ ഈ ഷിപ്പിൻ്റെ എൻജിൻ നിർമ്മിക്കാൻ എനിക്ക് ഒരവസരം ഉണ്ടാകണം. ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഷാൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സാർ? ഇതൊക്കെ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ? അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഇനി സഞ്ചരിക്കാം. ഷാൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സാർ? ഇതെല്ലാം എനിക്ക് കഴിയുമോ? ഇതിനൊക്കെ കഴിയുമോ? ഒരു ഷിപ്പിൻ്റെ എൻജിൻ നിർമ്മിക്കുന്നതിനോ കപ്പലിൽ യാത്രയ്ക്കോ ഒരു മറൈൻ എഞ്ചിനീയർ ആകാനോ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെനിക്ക് കഴിയുമോ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? ഈ ദൗത്യം ഞാൻ എങ്ങനെ നേടിയെടുക്കും? വാട്ട് ഷുഡ് ഐ ഡു? ഇതാണ് ആ ക്വസ്റ്റ്യൻ. ആ കുട്ടി അബ്ദുൽ കലാമിനോട് ചോദിച്ച സംശയം ഇതാണ്. ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? ഈ മിഷൻ ഞാൻ എങ്ങനെ സാധിച്ചെടുക്കും? വാട്ട് ഷുഡ് ഐ ഡു? അപ്പോൾ ആ കുട്ടിക്ക് കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് ആ കുട്ടി ചോദിച്ചത്. When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say. The sincere question of a young village boy. ഈ യങ് വില്ലേജ് ബോയുടെ ആത്മാർത്ഥമായ ക്വസ്റ്റിന് അബ്ദുൽ കലാമിൻ്റെ മറുപടി എന്തായിരിക്കുമെന്ന് ആ വേദിയിലിരുന്ന ആൾക്കാരെല്ലാം ആശ്ചര്യത്തോടു കൂടി നോക്കിയിരുന്നു. When the boy completed the question, ഈ ക്വസ്റ്റ്യൻ കുട്ടി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ദ എൻറ്റയർ ഓഡിയൻസ് ഏകദേശം 2000-ഓളം കുട്ടികളും അവരുടെ രക്ഷകർത്താക്കൾ, മറ്റ് ഡിഗ്നിറ്ററീസ്, അങ്ങനെ ഒരു മിക്സഡ് ഓഡിയൻസാണ്. എല്ലാ ഓഡിയൻസും എന്നെ തന്നെ വീക്ഷിച്ചു, ഈ സിൻസിയർ ക്വസ്റ്റിന് ഞാൻ എന്ത് മറുപടി പറയുമെന്ന്. വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ, ദ എൻറ്റയർ ഓഡിയൻസ് ആൻഡ് ദ ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞാൽ മഹത് വ്യക്തികൾ, പ്രധാന വ്യക്തികൾ, ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡൈസ് എന്ന് പറഞ്ഞാൽ വേദി, ആ വേദിയിലിരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസും, ഇൻക്ലൂഡിങ് ദ ചീഫ് മിനിസ്റ്റർ, ആ വേദിയിൽ ചീഫ് മിനിസ്റ്റർ വരെയുണ്ട്, ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടുന്ന ഈ ഡിഗ്നിറ്ററീസ് വെയർ ലുക്കിംഗ് അറ്റ് മീ, എന്നെ തന്നെ വീക്ഷിക്കുകയായിരുന്നു. വണ്ടറിങ്, ആശ്ചര്യത്തോടുകൂടി. ഏത്? വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ, കലാം എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഈ കുട്ടിയുടെ സിൻസിയർ ക്വസ്റ്റിന് കലാം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി ഈ ഡിഗ്നിറ്ററീസ് ആ വേദിയിലിരുന്നു. വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ, ദ സിൻസിയർ ക്വസ്റ്റ്യൻ. ആ കുട്ടി ചോദിച്ചത് സിൻസിയർ ക്വസ്റ്റ്യനാണ്. ആ കുട്ടിയുടെ ഉള്ളിലുള്ള ഒരു ഡൗട്ടാണ് ആ കുട്ടി ചോദിച്ചത്. ആ സിൻസിയർ ക്വസ്റ്റിന്, ഈ വില്ലേജ് ബോയുടെ സിൻസിയർ ക്വസ്റ്റിന് കലാം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ആ വേദിയിലിരുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ് അബ്ദുൽ കലാമിൻ്റെ മറുപടിക്ക് വേണ്ടി. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം.